ഇവിടെയാണ് കാളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് പ്ലേസ് ചെയ്യുന്നത്. അൽക്കത്തിൻ പൈപ്പാണ് ആ കിടക്കുന്നത്. കാളിംഗ് ബെല്ലിൻ്റെ സ്വിച്ചിന് സാധാരണ 2 മോഡുലാറിൻ്റെ ബോക്സാണ്. ഇത് മെയിൻ ഹാളാണ്. തടിയും തണ്ടും ഒക്കെ അതേപോലെ ഇരിക്കുകയാണ്. സാധാരണ ഒരു പിന്നീട് സ്ഥലത്ത് വെട്ടിയിടാൻ ചെല്ലുമ്പോൾ എല്ലാം ഇതുപോലുള്ള ഈ തടി തണ്ടൊക്കെ മാറ്റേണ്ടതാണ്. ഇവിടെയാണ് TV പ്ലേസ് ചെയ്യുന്നത്. TVക്ക് സാധാരണ വയ്ക്കുന്ന 6 മോഡുലാറിൻ്റെ ബോക്സ്. ഹാള് ഇവിടെ ഒരു 18 മോഡുലാറിൻ്റെ ബോക്സ് എങ്കിലും മിനിമം വേണം. ഇത് 6ൻ്റെയും 3യുടെയും, അതായത് ഈ 2-വേ സിസ്റ്റത്തിന് ഈ 6ഉം 3യും അല്ലെങ്കിൽ 9 മോഡുലാറിൻ്റെ ബോക്സ് കിട്ടും. അത് വേണമെങ്കിലും വയ്ക്കാം. അതല്ലെങ്കിൽ ആ നടുക്ക് 3 ഇത് കാണുന്നത് നോക്കൗട്ട് എന്നാണ് പറയുന്നത്. ഒരു ബോക്സിന് നോക്കൗട്ടുകളാണ് മുകളിലും താഴെയും സൈഡിലൊക്കെ ആയിട്ട്, ഈ ഔട്ട്ലെറ്റ് പൈപ്പുകളൊക്കെ കൊണ്ടുപോകുന്നതിന്. സാധാരണ ഈ 2-വേക്കകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ AC ഇത് കാണും, പിന്നീട് പ്ലഗ് പോയിൻ്റ് കാണും, ഫാൻ ഡിമ്മർ കാണും, പിന്നെ 2-വേയുടെ 2 സ്വിച്ച് കാണും അല്ലേ. ആ രീതിയിൽ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനെപ്പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് 12 മോഡുലാറിൻ്റെ ബോക്സ് ഹാളിൽ. പ്രധാനമായിട്ട് ഈ ഹാളിലൊക്കെ 12 മോഡുലാറ് അല്ലെങ്കിൽ 18 മോഡുലാറ്, കഴിയുന്നത്ര ഈ 18 മോഡുലാർ ഒഴിവാക്കുക. 12 മോഡുലാർ അല്ലെങ്കിൽ പിന്നീട് 2 6 മോഡുലാർ മുകളിലും താഴെയായിട്ട് വയ്ക്കാം, അല്ലെ 2 8 മോഡലും താഴെയായിട്ട് വയ്ക്കാം. അങ്ങനെ പല മെത്തേഡിലൊക്കെ ചെയ്യാം. ഇത് TVക്ക് 6 മോഡുലാറിൻ്റെ ഒരു ബോക്സാണ്. TV ഇങ്ങനെ വീതിക്ക് വെട്ടി, അത് ഔട്ട് സൈഡ് ലൈറ്റ് ബാക്ക്. ഒരു വീട്ടിനെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല ഏരിയ ഉണ്ടെങ്കിൽ ഒരു വശത്ത് തന്നെ 2 ലൈറ്റായി കാണും. ഇപ്പോൾ തെക്ക് വശത്ത് 2 ലൈറ്റ്, വടക്ക് വശത്ത് 2 ലൈറ്റ്, പടിഞ്ഞാറ് 2 ലൈറ്റ്, അങ്ങനെ ഈ 2 ലൈറ്റായി കാണും ഒരുപാട് ഏരിയ ഉണ്ടെങ്കിൽ. ഇതാണ് 6 മോഡുലാറിൻ്റെ ബോക്സ്. ലെഗ്രാൻഡിൻ്റെ ബോക്സ്, സ്റ്റീൽ ബോക്സ്, അങ്ങനെ പല ടൈപ്പ് നല്ല ബോക്സൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ബോക്സുകൾ ഉപയോഗിക്കാം മാക്സിമം. ഇതുണ്ട് ഔട്ട് സൈഡ് ലൈറ്റ് വെട്ടി വെളിയിൽ ഹോൾ അടിച്ച് കളഞ്ഞിരിക്കുന്നതിന്. ഇതിപ്പം 20 mm പൈപ്പിന് വെട്ടിയിരിക്കുന്നതാണ്. അൽക്കത്തിൻ പൈപ്പിന് അതിൻ്റെ ആ രീതിയിൽ വേണം വെട്ടാൻ. 2-വേക്ക് സാധാരണ ഒരു 6ൻ്റെയും 3യുടെയും അല്ലെങ്കിൽ 9ൻ്റെതോ അല്ലെങ്കിൽ പ്ലഗ് പോയിൻ്റ് ഇല്ലെങ്കിൽ 8 മോഡുലാറിൻ്റെ ബോക്സ് ആയാലും മതി. പിന്നെ ഒരു ഫാനും ലൈറ്റും ഒക്കെ ഉള്ളെങ്കിൽ 4 വേണമെങ്കിലും യൂസ് ചെയ്യാം. 2-വേ സ്വിച്ചിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് മുകൾ മട്ടം 90 ബോക്സ് മുകൾ മട്ടം 90 അല്ലെങ്കിൽ 1 മീറ്ററൊക്കെ വേണമെങ്കിൽ. അത് ബെഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ബെഡിൻ്റെ ഹൈറ്റും കാര്യങ്ങളും ഒക്കെ കണക്കൂട്ടി വേണം 2-വേയുടെ ബോക്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇത് വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയിലാണ് ഈ മോട്ടോർ സ്വിച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നത്. വേണ്ട, ഇവിടെയാണ് മോട്ടറിൻ്റെ സ്വിച്ചും പിന്നെ ഔട്ട് സൈഡ് ലൈറ്റ് അതൊക്കെ വരുന്നത്. ഇത് ഒരു ചെറിയ DB. സിക്സ് മോഡുലാറിൻ്റെ ബോക്സ്. അതിൻ്റെ നടുക്ക് കണ്ട ഒരു ഹോള് കണ്ടത്, ആ ഹോള് അപ്പുറത്ത് ബോക്സുമായിട്ട് ബന്ധം വേണം. കഴിയുന്നത്ര ഈ ബോക്സ് ടു ബോക്സ് ഒക്കെ അങ്ങ് ലിങ്ക് ചെയ്തിരിക്കുക. അപ്പോൾ സർക്യൂട്ടൊക്കെ എടുക്കാനായിട്ട് എളുപ്പമാണ്. ഇത് 2-വേന്ന് മുകളിലോട്ട് 3 പൈപ്പ്, ഒന്ന് AC ഔട്ട്ലെറ്റ്, പിന്നെ അല്ലാതെ വരുന്ന 2 പൈപ്പ്. AC-ക്ക് വേണമെങ്കിൽ അങ്ങ് പുറത്തടിച്ച് കളയുന്നതുകൊണ്ട്, ബോക്സ് വയ്ക്കണമെന്നില്ല. AC-ക്ക് അങ്ങ് പുറത്ത് വേണമെങ്കിലും അങ്ങ് നമുക്ക് അടിച്ച് കളയാം. പിന്നെ ബാത്റൂമിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ 3 or 4 ഉണ്ട്. കാരണം ഒരു ബാത്റൂമിനെ തൊട്ട് എക്സാസ്റ്റ് ഫാൻ, ലൈറ്റ് പോയിൻ്റ്, പിന്നെ വാട്ടർ ഹീറ്റർ അല്ലേ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് 3 or 4 യൂസ് ചെയ്യുക. പിന്നെ ബാത്റൂമിൻ്റെ അകത്തൊക്കെ ചിലപ്പോൾ പ്ലഗ് പോയിൻ്റ് മുമ്പ് കൊടുക്കുമായിരുന്നു, പക്ഷേ ഇപ്പോഴങ്ങനെ ഇല്ല, ഇപ്പോഴങ്ങനെ കൊടുക്കാറില്ല. ഇത് സ്പിറ്റ് ലെവൽ. എപ്പോഴും നമ്മൾ സ്പിറ്റ് ലെവൽ ഉപയോഗിച്ചിട്ടുണ്ട് ബോക്സുകൾ, DBകൾ ഇതൊക്കെ വെക്കാനായിട്ട്. ഏറ്റവും നല്ല ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ലെവലാണ്. പിന്നെ അത് കഴിഞ്ഞാൽ സ്പിറ്റ് ലെവൽ. വാട്ടർ ലെവലാണ് ഏറ്റവും ബെറ്റർ ലെവൽ. ഇത് 12 മോഡുലാറിൻ്റെ ബോക്സാണ്. ഈ ബോക്സ് കണ്ടില്ലെങ്കിലും അതിന് ഇത്ര അളവാണെന്ന് മനസ്സിലാക്കി അത് ബോക്സ് വരുന്നതിന് മുമ്പ് തന്നെ വെട്ടണം. കറക്റ്റ് അളവായിരിക്കണം. അപ്പോൾ ബോക്സിൻ്റെയൊക്കെ ടേപ്പ് എടുത്ത് അത് മെഷർ ചെയ്ത് പഠിക്കണം.
ഇത്രയൊക്കെ വലിപ്പം. ഇത് 2 മോഡലാണ് കണ്ടോ, ഒരു 2 മോഡുള്ള ബോക്സിന് ഇത്ര വലിപ്പം വരും. അത് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ്റെതാണ് ഇത്, ഒരു 3 മോഡുലാർ. ഇപ്പോൾ 3 മോഡുലാറിന് ഇത്ര വലിപ്പം വരും. ഇപ്പോൾ ഈ ബോക്സ് ഇല്ലെങ്കിലും ബോക്സ് വരുന്നതിന് മുമ്പ് തന്നെ മാർക്ക് ചെയ്യാതെ തന്നെ ഉദ്ദേശം വെട്ടാൻ പറ്റും ഭിത്തിയൊക്കെ എന്ന് പറഞ്ഞാൽ. കട്ടർ ഉപയോഗിച്ചിട്ടാണ് സാധാരണ ഇതൊക്കെ കട്ട് ചെയ്യുന്നത്. കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് ടിൽറ്റി ഉപയോഗിച്ചിട്ട് ഇടിക്കാം, അല്ലെങ്കിൽ ഉളിയും ഹാമറും കൊണ്ടൊക്കെ ഇടിക്കാം. ഇത് അൽക്കത്തിൻ പൈപ്പാണ്. മറ്റേ അങ്ങോട്ട് പോയിരിക്കുന്നത് 20 mm പൈപ്പാണ്. ജംഗ്ഷനൊക്കെ നല്ലോണം സിമെൻറ്റ്, മൊത്തം പണ്ടെന്ന് പറഞ്ഞാൽ മൊത്തം സിമെൻറ്റ് ചെയ്ത് വരച്ചു വിടും. ഇപ്പോൾ അതിനൊക്കെ ഉള്ള സമയമില്ല. കുറേയൊക്കെ സിമെൻറ്റ് ഇങ്ങനെ അടിച്ച് പെട്ടെന്ന് അങ്ങ് പോകും. എന്നാലും മാക്സിമം സിമെൻറ്റൊക്കെ അടിച്ച്, പിന്നെ ബോക്സൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്ലീൻ ചെയ്ത് നല്ല തുടയ്ക്കുക. ഇതെല്ലാം ഞങ്ങൾ തുടച്ച് നല്ല വൃത്തിയാക്കും. ബോക്സ് വെക്കുമ്പോൾ തന്നെ അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരൊറ്റ സിമെൻറ്റോ കാര്യങ്ങളോ അതിൻ്റെ അകത്ത് ഇരിക്കാൻ പാടില്ല. എല്ലാം നല്ല നീറ്റായിട്ട് തുടച്ച് വൃത്തിയാക്കി ഇതിൻ്റെ അകത്ത് പേപ്പർ അല്ലെങ്കിൽ സിമെൻറ്റ് കവറോ എന്തെങ്കിലും വെക്കണം. അല്ലെങ്കിൽ ഈ പൈപ്പിനകത്തൊക്കെ പൂശുന്ന സമയത്ത് സിമെൻറ്റ് കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ ഓരോന്നിനൊക്കെ വെട്ടിയിടുന്നതാണ്. ഇതൊക്കെ അൽക്കത്തിന് അല്ല പൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്യണ്ട. ഈ പൈപ്പിന് ഇങ്ങനെ പോലെ ഇങ്ങനെയൊക്കെ വെട്ടണം. മറ്റേ 20 mm പൈപ്പിനാണെങ്കിൽ ഈ ഷേപ്പിലൊക്കെ വെട്ടിയാൽ മതി. ഈ പൈപ്പിന് അൽക്കത്തിൻ പൈപ്പിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല കർവ് പോലെ ഇതൊക്കെ 20 mm പൈപ്പിനൊക്കെ വെട്ടുന്നത്. അപ്പോൾ ഓരോ പൈപ്പിനും അതിൻ്റെ ഇതുണ്ട്. അൽക്കത്തിൻ പൈപ്പ് 2 way എന്ന് പറഞ്ഞാൽ വളരെ നീളത്തിലിങ്ങനെ ഇടും 2 way പൈപ്പ്. ഇതൊരല്പം റോങ് പൈപ്പ് ഡീലാണ്. കാര്യം ചെയ്യാൻ ക്രോസ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതായത് പൈപ്പ് ഡീലിൻ്റെ സമയത്ത് ശ്രദ്ധിക്കണം. പിന്നെ പലരായിട്ടൊക്കെ ഇടുന്നതാണ്. ഇത് ലിൻഡിലുള്ള പൈപ്പാണ്. ആദ്യം നമ്മൾ ഒരു ബിൽഡിങ്ങിൽ ലിൻഡിൽ ഈ പൈപ്പ് ഇടും, പിന്നെ റൂഫ് ഈ പൈപ്പ് ഇടും. ഇത് ബാത്റൂമിൻ്റെ ഫ്രണ്ടിലതാണ്. പിന്നെ അങ്ങോട്ട് നേരെ വന്ന് ഇവിടെ ഡി ബിക്കകത്താണ് DB ഒരു ബിൽഡിങ്ങിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ DB ആണെന്ന്. DBന്ന് സർക്യൂട്ട് വെട്ടി നേരെ ഇവിടെ ഒരു 12 മോഡുലാറിൻ്റെ ബോക്സ്, അതിൽ നിന്ന് നേരെ അങ്ങോട്ട് പൈപ്പൊക്കെ അടിക്കാനുള്ളതാണ്. ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും FF ലെവലിൽ നിന്ന് 240 FF ഫ്ലോർ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 240, അല്ല 250 ആയാലും പ്രശ്നമില്ല. സ്വിച്ച് ബോർഡിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ 140, 135 FF ലെവലിൽ നിന്ന്. ഇതൊക്കെ നല്ല ലെങ്തിലിട്ടിരിക്കുകയാണ്. ലിൻഡിൽ കൂടെ ഇടുന്ന പൈപ്പ് ഇങ്ങനെ നല്ല ഇതുണ്ട്, 2 way പൈപ്പാണ്. ഇത് DB എന്നൊരു പൈപ്പ് വരുന്നു. പിന്നെ നേരെ സ്വിച്ച് ബോർഡ്, ആ എൻട്രൻസ് കയറുന്ന ഇത് ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ ഫ്രണ്ടിലെ പൈപ്പാണ്. ഒരു ബാത്റൂമിൻ്റെ അകത്ത് ഇത്. പിന്നെ സ്റ്റെപ്പിൻ്റെ ഈ സൈഡിലൊക്കെ ചിലപ്പോൾ ലൈറ്റുകൾ വരും. ചിലർ സ്റ്റെപ്പിൻ്റെ തന്നെ ലൈറ്റ് കൊടുക്കും. LED ലൈറ്റുകൾ സ്റ്റെപ്പിൻ്റെ സൈഡിലേക്ക് കൊടുക്കും. ഓരോ സ്റ്റെപ്പിൻ്റെ അല്ല ഈ 2 സ്റ്റെപ്പ് വിട്ടൊക്കെ. ഇതിവിടെ മുകളിലത്തെ നിലയിൽ DB വരുന്ന സ്ഥലമാണ്. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഐഡിയ ഒക്കെ കിട്ടും. പക്ഷേ ഇത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് നോക്കിയെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എപ്പോഴും ടൂൾസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇത് ഇപ്പം പിന്നീട് കിച്ചണകത്ത് ഉണ്ട്. ഇത് 8 മോഡുലാർ ബോക്സ്, അതിൻ്റെ വെട്ടിയിടൽ, പിന്നെ പോയിൻ്റുകൾ, ലൈറ്റ് അല്പം കുറവാണ്. ഇതൊക്കെ കണ്ടത് പ്ലഗ് പോകാനാണ്. സിങ്കിൻ്റെ ഹോളൊക്കെയാണ് കാണുന്നത്. ഇതുണ്ട് സിങ്കിൻ്റെ അവിടെ ഔട്ട്സൈഡ് ലൈറ്റ്, മോട്ടറിൻ്റെ ഒക്കെ വെച്ചിട്ട്. പിന്നെ ഇവിടെ ഒരു പ്ലഗ് പോയിൻ്റ്, മിക്സി അതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട്. പിന്നെ വെളിയിൽ ലൈറ്റ് പോയിൻ്റ്. എപ്പോഴും ഈ പൈപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഉള്ളിലിരിക്കണം, സിമൻ്റ് അടിച്ച്. ഇത് ഒരു 3 phase DB ആണ്. ഈ DBയുടെ ബാക്ക് ഇതുപോലുള്ള വലിയ DBകൾ വെക്കുമ്പോഴത്തേക്ക് എപ്പോഴും പിന്നെ സൈഡ് സിമൻ്റ് ചെയ്ത് വെച്ചതിന് ശേഷം
ബാനഡ് ബാക്കിൽ ഗ്രൗട്ട് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഗ്രൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സിമൻ്റ് അല്ല, സിമൻറ്റും മണ്ണും കൂടെ ഉള്ളത് നമ്മൾ കലക്കി ഒഴിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. വലിയ DB ഒക്കെ വയ്ക്കുന്നതിന് ഏറ്റവും നല്ലത് അതാണ്. ബാക്ക് സിമൻറ്റ് ചെയ്യാതെ ബാക്ക് ഗ്രൗട്ട് ഒഴിക്കുക. ഇതുപോലെ പേപ്പർ വെച്ച് നല്ല ഫില്ല് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഗ്രൗട്ടും ഇതൊക്കെ പൂശുന്ന സമയത്ത് എല്ലാത്തിനും അതും പേപ്പർ നനച്ച് വെക്കുക. അത് പണ്ടാണെങ്കിൽ സിമൻറ്റ് കവർ ഉണ്ടായിരുന്നു, ഇപ്പോൾ സിമൻറ്റ് കവറില്ലല്ലോ, ഇപ്പോൾ പ്ലാസ്റ്റിക് അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് കവർ ചെയ്തിരിക്കണം എല്ലാ ബോക്സിലും. പിന്നെ ജംഗ്ഷനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇളക്കി ചെക്ക് ചെയ്യണം, പുള്ളറിട്ട് കംപ്ലീറ്റ് ഇളക്കി എല്ലാം ചെക്ക് ചെയ്യണം. സർക്യൂട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പിന്നീട് പുള്ളറിട്ടിട്ട് ചെറിയ ഈ പ്ലാസ്റ്റിക് വള്ളിയോ ചെറിയ അങ്ങനെ എന്തെങ്കിലും ടൊയിനോ എന്തെങ്കിലുമൊക്കെ വലിച്ചിടുക. അപ്പോൾ വയറ് വലിക്കാൻ വരുമ്പോഴത്തേക്ക് വളരെ എളുപ്പമായിരിക്കും. എല്ലാ പോയിൻറ്റുകളും ചെക്ക് ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം സോക്കറ്റൊക്കെ ഊരി അടവൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം പൂശി ഫിനിഷ് ചെയ്ത് പുട്ടിയിട്ടതിന് ശേഷമായിരിക്കും ചിലപ്പം വയറ് വലിക്കാൻ വിളിക്കുന്നത്. അപ്പോൾ പിന്നെ അടവുണ്ട്, പിന്നെയും വെട്ടണം തട്ടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൗസ് ഓണറുമായിട്ട് നമ്മളെന്താവും തർക്കവും ഉടക്കവും ഒക്കെ ആവും. അപ്പോഴതൊന്നും പാടില്ല. എല്ലാം ചെക്ക് ചെയ്യണം. ഒരു ഇലക്ട്രീഷ്യൻ എന്നല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെക്ക് ചെയ്യണം. പിന്നീട് കഴിയുന്നത്ര ബോക്സിൻ്റെ ഈ അടിഭാഗത്ത് പൈപ്പ് വന്ന് കയറാൻ ശ്രദ്ധിക്കുക. അടിഭാഗത്ത് കയറി കഴിഞ്ഞാൽ പിന്നീട് വെള്ളം കയറാതെ നല്ലോണം സീൽ ചെയ്യണം. കാര്യം പൈപ്പിനകത്തൊക്കെ വെള്ളം ഇറങ്ങി കിടന്നു കഴിഞ്ഞാൽ വെള്ളത്തിനകത്തൂടെ ഇട്ട് വയറ് വലിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ട്രിപ്പിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ.